നമ്മുടെ പൊട്ടൻ കരാട്ട ഫൈസലിന് ഒരു വധഭീഷണി എന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടു. ഇന്ന് നമുക്ക് അത് കണ്ട് റിയാക്ട് ചെയ്യാം, പ്ലേ ചെയ്യാം. നമ്മുടെ കേരളത്തിലെ സകല സുഡാപ്പികളും കമ്മികളും പൊട്ടിക്കരയുകയാണ്. ഈ സംഖ്യകൾക്ക് കുറച്ച് വാക്കുകളെ അറിയും. അന്തം കമ്മി, സുഡാപ്പി, ജിഹാദി. പൊട്ടന്മാരായതിനെ കൊണ്ട് തന്നെ പുതിയതൊന്നും കണ്ടുപിടിക്കാനുള്ള കഴിവില്ല. അതെ. അപ്പൊ എന്തിനാണ് ഇവര് പൊട്ടിക്കരഞ്ഞത് ഒന്ന് പറഞ്ഞ കരാട്ടക്കാരാ? അവരുടെ കണ്ണുനീർ തുള്ളികളിൽ രാജ്യസ്നേഹികളായിട്ടുള്ള സകല ആളുകൾക്കും ആനന്ദ നൃത്തമാടാം. ഇവനാണ് ഒരു ശരാശരി മുസങ്കി. ആദ്യം തന്നെ CPM-മാരെ STP-കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീഡിയോ അവസാനിക്കുന്നത് വരെ സംഖ്യകൾ കുത്തിയിരുന്ന് കാണുന്നത് ഇവനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ രണ്ടുപേരെയും കുറ്റം പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവന്റെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുന്നവന്റെ അവസ്ഥ. അവരവസ്ഥയിലാണ് ഞാനിപ്പിനുള്ളത്. കാരണം വേറൊന്നല്ല, ഇവന്റെ ഇങ്ങനെയുള്ള മുഖമൊക്കെ കണ്ടിട്ട് നിൽക്കണ്ടേ. വീഡിയോ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഇവന്റെ മുഖമൊക്കെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്റെ ശരീരമൊക്കെ ആകെ മരവിച്ചിട്ടാണുള്ളത്. എന്തായാലും ബാക്കി പറ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലേക്ക് എത്തിയിരിക്കുന്നു. എടാ, ഇവന്റെ ശൈലി എന്താണ്? ഒരു പ്രത്യേകത ഒരു ശൈലി. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ശൈലിയുള്ള ഒരാളെ കണ്ടിട്ടില്ല. സത്യമായിട്ടാണ് പറയുന്നത്. ഇവനെ പോലുള്ള ഒരു ശൈലി ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശൈലി കേൾക്കുന്നത്. അത് ഫാസൽ കരാട്ട് എന്ന് പറഞ്ഞ ഈ മണ്ടന്റെ ശൈലി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ബോറുമല്ല, വല്ലാത്തൊരു ശൈലി. കേൾക്കാൻ രസമുണ്ട്, പക്ഷെ പറയുന്ന കാര്യങ്ങൾ മണ്ടത്തരമായതിനെ കൊണ്ട് തന്നെ കേൾക്കുന്നവർക്ക് പൊട്ടത്തരമായിട്ട് തോന്നിയാലും പറയുന്ന ശൈലി UAE-യിലേക്ക് അത് എനിക്ക് കിട്ടൂല ഗൈസ്. അത് അവൻ തന്നെ പറയണം. അവിടുത്തെ രാജാവ് ഉൾപ്പെടെ സകല ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചാനയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടു. എടാ, ഇവനിക്ക് മാനസിക രോഗമുണ്ട് സത്യത്തിൽ. കാരണം പറയുന്നില്ല, നമ്മുടെ പ്രധാനമന്ത്രി അതായത് നരേന്ദ്രമോദിജി ഇന്ത്യ വിട്ട് വേറെ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർ നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കും. അത് നരേന്ദ്രമോദിജിയോടുള്ള പേടി കൊണ്ടോ ബഹുമാനം കൊണ്ടോ എന്നല്ല, അതാ അവരുടെ രീതി. അത് ഇത്രയും വലിയ കാര്യമാറ്റി പറയുന്ന പൊട്ടൻ്റെ ഞാനെന്താ പറഞ്ഞു കൊടുക്കണ്ടേ? ഇവനോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, നീ ജനിച്ച പാട് പൊട്ടനാണോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം പൊട്ടൻ ഏതാണോ? അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് മുഴങ്ങിക്കേട്ടിരുന്ന മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് സ്റ്റാറാൻ വന്നിരിക്കുകയാണ് പൊട്ടൻ ഫസൽ. മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് കേരളത്തിലുള്ള ചോറ് തിന്നുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഞാനും സ്റ്റാറാന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള സുഡാപ്പികളും കമ്മികളും വളരെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. അസ്വസ്ഥരാകുമല്ലോ. കാരണം നിന്നെ പോലുള്ള തീട്ടങ്ങൾ അവരെങ്ങനെ കുറ്റം പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും അസ്വസ്ഥരാകും. അവരെന്തരം ചെയ്യുന്ന പരിപാടി നിന്നെ പോലുള്ള ആൾക്കാർക്കെതിരെ എന്നെ പോലുള്ള ആൾക്കാർക്ക് കൊട്ടേഷൻ തരിക. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ നിന്നെ പോലുള്ള ആൾക്കാരെ എടുത്ത് ചവിട്ടിക്കൂട്ടി വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടുപോയിടും. അപ്പോൾ അവർക്ക് സന്തോഷം, എനിക്ക് വേണം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മോദിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയുകയോ മോദിജിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ആര് നല്ലതായിട്ട് പറയാൻ നിന്നെ പോലുള്ള പൊട്ടന്മാർ പറയും. കാരണം നീ നിനക്ക് സംഖ്യകൾ എടുത്ത് എന്തെങ്കിലും മേടിച്ച് കഴിക്കാനുള്ള കിട്ടണ്ടേ? അപ്പൊ നീ മോദിജിയെ നന്നായിട്ടേ പറയുള്ളൂ. കാരണം ഞങ്ങൾ അങ്ങനെ സംഘപരിവാറിലുള്ള ആളുകളോട് പണമൊന്നും മേടിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾക്കുള്ളതുപോലെ പറയാം. അതുകൊണ്ട് തന്നെ നീ ചാണകം തിന്നുന്നത് പോലെ മേടിച്ച് തിന്നോ. ഇടയിലേക്ക് കൊണ്ടുവരികയോ ചെയ്താൽ സുഡാപ്പികളും കമ്മികളും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കരുതെന്നാണ് സഖാക്കളോടും STP-കാരോടും എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ആക്രമിക്കുന്നത് കൊണ്ടാണ് ഇവനെ പോലുള്ള മണ്ടന്മാർക്കൊക്കെ റീച്ച് കയറി പോകുന്നത്. നിങ്ങൾ അതൊന്ന് പോട്ടെ, ഇത് പൊട്ടനാണ് ഈ പറയുന്നത്, പൊട്ടത്തരമാണെന്നൊന്നും വിചാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇവന്റെ ഒക്കെ വീഡിയോ ഡൗൺ ആവുന്ന നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, ഈ പൊട്ടനെ വെറുതെ അങ്ങ് വിട്ടേക്ക്. ഒക്കെ ഇട്ടു തുടങ്ങി ആ ഒരു സമയം മുതൽ തന്നെ എനിക്കെതിരെ വധഭീഷണികളും തല പൊളിക്കും ആ രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിവിടെ ആരാണ് അങ്ങനെ മെസ്സേജ് അയച്ചത്? നിങ്ങൾ എന്ത് പൊട്ടത്തരാണ് ചെയ്യാൻ പോകുന്നത്? ഇവന്റെ ഒക്കെ തല പൊളിച്ചിട്ട് ജയിലിൽ പോകാൻ കളിക്കുന്നോ? കക്കൂസ് ടാങ്ക് പൊളിച്ചിട്ട് ജയിലിൽ പോകാൻ കളിക്കുന്നോ? അതാരടാ? ഏത് പൊട്ടനാടാ അങ്ങനെ മെസ്സേജ് അയച്ചതാ? എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം കക്കൂസ് ടാങ്ക് ഒക്കെ പൊളിച്ച് ജയിലിൽ പോകുന്നതെന്ന് വെച്ചാൽ വീട്ടുകാരുടെ മുന്നിൽ നമുക്ക് അങ്ങനെ തലവരത്ത് നിൽക്കാൻ പറ്റുമോ? മനസ്സിലാക്കേണ്ടത് ഇത് ഈ UAE-യിൽ താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇങ്ങനെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുള്ളതും. ആ മെസ്സേജ് അയച്ചത് സുനീർ മോനാണ്. ഇനി എനിക്ക് പറയാനുള്ള സുനീർ മോനോടാണ്, ദയവ് ചെയ്ത് ഇതേപോലെയുള്ള പൊട്ടന്മാരെ ഒന്നും തല്ലിക്കൊല്ലല്ലേ. കാരണം വേറൊന്നല്ല, ഇവനെ പോലുള്ള പൊട്ടന്മാരുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ കഞ്ഞി കുടിച്ച് പോകുന്നത്. ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വേണ്ടി ശ്രമിക്കില്ലേ? ഇവനെ പോലുള്ള പൊട്ടന്മാർ ഇനിയും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലല്ലേ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റൂ. സുനീർ എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും എൻ്റെ തല പൊളിയുമെന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. ഇവരെന്തോ ഗൂഢാലോചന നടത്തിയിട്ടായിരിക്കാം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കക്കൂസ് ടാങ്ക് പൊളിക്കാനും ഗൂഢാലോചന? ചിരിപ്പിക്കുന്നേ ഗൈസ്, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. കക്കൂസ് ടാങ്ക് ഒക്കെ പൊളിക്കാൻ വേണ്ടി ആരെങ്കിലും ഗൂഢാലോചന ചെയ്യോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവനെ പോലുള്ള നാറികളൊക്കെ തീർക്കുമെന്ന് പറഞ്ഞ സുനീറിനോട് എനിക്ക് പറയാനുള്ള ദൈവം അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ തല പൊളിയും വളരെ പെട്ടെന്ന് എന്ന രീതിയിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഇതുപോലെയുള്ള ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ഫേസ്ബുക്കിൽ അയക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്നുണ്ടല്ലേ? അത് നിന്നെ പോലെയുള്ള പൊട്ടന്മാർക്ക് മാത്രമല്ല അങ്ങനത്തെ മെസ്സേജ് വരുന്നത്. എന്നെ പോലെ ബുദ്ധിയുള്ള ആൾക്കാർക്കും ഇതേപോലത്തെ മെസ്സേജ് ഒക്കെ വരാനുണ്ട്. അതേപോലത്തെ അത് അങ്ങനെ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടാ മണ്ട. എൻ്റെ വാട്സാപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വാട്സാപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പറ്റൂല ഗൈസ്, എനിക്ക് പറ്റൂല.
അവൻ്റെ ശൈലി മാത്രം എടുക്കാൻ എനിക്ക് പറ്റൂല. വേറെ ആരുടെ ശൈലി ആണെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഒരു പ്രത്യേക ശൈലി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇവർ ജീവിക്കുന്നത് UAE-യിൽ, അതായത് ഈ മാതിരി സുഡാപ്പികളുടെയൊക്കെ സ്വപ്ന രാജ്യവും സ്വന്തം രാജ്യവും ഒക്കെ UAE ആയിരുന്നു. ആ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ക്രിമിനൽസ് പോലും ഉള്ളത് ഇപ്പോൾ UAE-ലാണ്. അതിന് കാരണം പറഞ്ഞല്ല, ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് UAE-ൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പോലീസിന് അവിടെ പോയിട്ട് പിടിക്കാനുള്ള അധികാരമില്ല. അത് തന്നെയാണ് UAE ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. കാണുമ്പോൾ എങ്ങനെയാണ് പൊട്ടിക്കരയാതിരിക്കുക? എടാ പൊട്ട, ഈ പൊട്ടം വിചാരിക്കുന്ന എന്താ സംഭവം എന്ന് പറയാം. നിങ്ങൾ ഇന്ത്യയും UAE-യും തമ്മിൽ ഇപ്പോൾ പിടുത്തം വെക്കുന്നു. അതായത് ഇവിടെയുള്ള ക്രിമിനൽസിനെ അവിടെ നിന്ന് പോയിട്ട് പിടിക്കാമെന്നാണ് ഇപ്പം പൊട്ടം വിചാരിച്ച് വെച്ചേക്കത്. ഇതേപോലത്തെ മണ്ടത്തരം ഒക്കെ പറയുന്ന മണ്ടനെയാണല്ലോ സംഘികളൊക്കെ തലയിൽ വെച്ച് നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരുന്നത്. സംഘികളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇത് പൊട്ടനാണ്. ഇത് ജനിച്ചപ്പോൾ തന്നെ പൊട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ സംശയം തീർന്നിരിക്കുന്നു. ഇവനൊക്കെ ജനിച്ച പാടെ തന്നെ പൊട്ടനായിട്ടാണ് ജനിച്ചത്. ഭീഷണിപ്പെടുത്തുന്ന സകല ആളുകളോടും പറയാനുള്ളത്, ഞാനിവിടെ നിരന്തരം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവനിവിടെ നിരന്തരം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ മോദിജി നല്ലവനാണ്, നമ്മുടെ BJP അടിപൊളിയാണ്, നമ്മുടെ കേരളം BJPക്ക് കൊടുക്കണം. ഇതൊക്കെയാണ് ഈ പൊട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവൻ പറയുന്നതൊക്കെ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടം പറയുന്ന കാര്യങ്ങൾ കേരളത്തിലുള്ള ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഭാരതത്തിന്റെ വികസനത്തെ കുറിച്ചാണ്. എടാ, ഇവനൊക്കെ ജീവിക്കുന്നത് BJPക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് നാക്കി തിന്നാനാണോ? അങ്ങനെ തന്നെ ചോദിക്കണം. എന്റെ ഭാരതം വികസിക്കുന്ന പോലെ നീ എന്തറിഞ്ഞിട്ടാ പൊട്ട ഇപ്പൊ അറിയുന്നത്? നീ വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറി നോക്ക്. അതായത് നമ്മുടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എത്ര സ്ഥാനത്താണുള്ളത്, ഇപ്പൊ എത്ര സ്ഥാനത്താണുള്ളത്, ഡോളറിന് എത്ര വിലയുണ്ട്, ഇപ്പൊ എത്രയാണ് വില, അതൊക്കെ ഒന്ന് നോക്ക് പൊട്ട. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറെ മണ്ടൻ സംഖ്യമാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റിച്ച് നക്കി തിന്നാൻ വേണ്ടി ശ്രമിക്കുന്ന പൊട്ടനാണിത്. ഇവനെ പോലെയുള്ള മണ്ടന്മാരൊക്കെ വീഡിയോ കാണുന്ന അപ്പം തന്നെ റിപ്പോർട്ട് അടിച്ച് കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഞാൻ ഇത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. മോദിജി നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയണം. പക്ഷെ മോദിജി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവ് വേണം. അല്ലെങ്കിൽ ഇവിടെ വന്ന് ചലക്കാൻ നിൽക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. മണ്ടത്തരം പറയുന്ന ആളാന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ്. ഇവനെ പോലുള്ള പൊട്ടന്മാരുള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ വാല്യൂ തന്നെ ഇല്ലാണ്ടായി പോകുന്നത്. അമ്മാതിരി പൊട്ടനാണ് ഇതൊക്കെ. സകല കേരളത്തിലെ മുസ്ലിങ്ങളും തിരിച്ചറിയുക. തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJP ആയിട്ടുള്ള മുസ്ലിങ്ങൾ വിരളിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമായിട്ട് ചുരുങ്ങിപ്പോയത്. നിന്നെ പോലുള്ള പൊട്ടന്മാരുള്ളത് കൊണ്ട് ചിലപ്പോൾ വിരളിൽ എണ്ണാവുന്നതിലും കൂടുതൽ ഉണ്ടാവുമായിരിക്കും. കാരണം പൊട്ടന്മാരായതിനെ കൊണ്ടായിരിക്കുമല്ലോ ആ പാർട്ടിയിലോട്ട് പോയത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മതത്തിനും എതിരല്ല. ഇത് ബീഫും പൊറോട്ടയും കഴിക്കുന്ന മലയാളികൾ വിശ്വസിക്കണം അല്ലേ? എടാ, എല്ലാവരും ഒന്ന് വിശ്വസിക്കണം കേട്ടാ. നരേന്ദ്രമോദിജി ഒരു മതത്തിനും എതിരല്ല. ബീഫും പൊറോട്ടയും കഴിക്കുന്ന എല്ലാ മലയാളികളും ഇത് മനസ്സിലാക്കി വെച്ചേക്കാം. കള്ളപ്രചരണങ്ങൾ നിരന്തരം നടത്തുന്നത് സുഡാപ്പികളും കമ്മികളുമാണ്. SDPക്കാരും CPM-മാരും പറയുന്നതൊക്കെ കളവാണെന്നാണ് ഈ പൊട്ടം പറയുന്നത്. ഇതിന്റെ മുൻപ് CPM-മാരാണ് ആ മാതാവിന്റെ പ്രതിമ തല്ലിപ്പൊട്ടിക്കുന്ന വീഡിയോ കുത്തിപ്പൊക്കിയത്. അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. കാരണം CPM-മാരല്ലേ ആ വീഡിയോ കൊണ്ടുവന്നത്. അവർ എഡിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് മനസ്സിലാക്കണം. മലയാളികളെ നിങ്ങൾ മനസ്സിലാക്കണം. CPM-മാരും SDPക്കാരും വിടുന്ന പോസ്റ്റൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഈ പൊട്ടം ബസ്സിൽ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതത്തിനൊക്കെ എതിരാണ് എന്ന് ഇവർ നിരന്തരം പ്രചരിപ്പിക്കുന്നത്. നരേന്ദ്രമോദിജി മതത്തിനൊന്നും എതിരല്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ കരാട്ടക്കാരാ. നരേന്ദ്രമോദിജി ഇന്ത്യ ഭരിച്ചപ്പോൾ ഇന്ത്യയിലുണ്ടായ ആദ്യ കലാപം അത് അയാളുടെ മണ്ഡലത്തിൽ തന്നെയല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലില്ല. പൊട്ടത്തരം പറയുന്നതിനൊരു ലിമിറ്റൊന്നും ഇല്ലാത്ത ആളാണ് ഈ പൊട്ടം ബസ്സിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫോളോ ചെയ്യാം.